ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മര്യാദയ്ക്ക് പണിക്കൂലി വന്നിട്ട് പോകാൻ നോക്ക്. എത്രയാ? 500 രൂപ. 500 രൂപയോ? അതിനുള്ള എന്ത് പണിയാ ചെയ്തത്? എന്റെ പണിക്കൂലി അത് തീരുമാനിക്കുന്നത് ഞാനാ. ഓ, പൂട്ടിക്കിടന്ന വർഗീസിന്റെ വർഷാപ്പാണല്ലോ. അത് വീണ്ടും തുടങ്ങിയോ? നന്നായി. തൽക്കാലം വണ്ടി ഇവിടെ കയറ്റി ശരിയാക്കാം. അച്ഛൻ വീണ്ടും മെക്കാനിക്കിന്റെ വേഷം കെട്ടിയോ? കൊള്ളാലോ. അച്ഛാ, എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി. നന്നാക്കി തന്നാൽ ഉപകാരമായിരുന്നു. പോയിട്ട് അല്പം തിരക്കണ്ടേ? വണ്ടി ഇതായിരിക്കുന്നു. ഇതാ. ആ, ഇത് 2 വീലർ ശരിയാക്കുന്നിടോ അല്ല. അച്ഛന്റെ ജീവിതം കംപ്ലൈന്റ് ആയപ്പോന്നും ഞാൻ ശരിയാക്കി തന്നിട്ടില്ല. അതുകൊണ്ടാവാം എന്റെ വണ്ടി കേടായപ്പോ അച്ഛന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടത്. ആ വിരോധമൊന്നും കാണിക്കരുത് അച്ഛാ. ശരി ശരി, 1 മിനിറ്റ് ബാക്കി തരാം. ഇതാ ശരി ശരി. ഇയാൾക്ക് പണം വരവാണല്ലോ. അച്ഛാ, എന്റെ വണ്ടി. അതെ, ഈ വണ്ടി ഉടനെ പണി തീർത്ത് കൊടുക്കേണ്ടതാ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായിരുന്നു കുഴപ്പം? നേരത്തെ സ്റ്റാർട്ട് ആവണ്ടായിരുന്നില്ല. ഓ, കാറ്ററിംഗ് പണിയൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ മെക്കാനിക് പണി വീണ്ടും തുടങ്ങി. നന്നായി. നല്ല വരുമാനം ഉണ്ടല്ലോ എന്ന് തുടങ്ങി അച്ഛാ. നല്ല നേരത്താ അച്ഛന് തോന്നിയത്. ഇനി എന്റെ വണ്ടി പണിയാൻ വേറെ വർക്ക്ഷോപ്പ് നോക്കണ്ടല്ലോ. ആ, വണ്ടി റിപ്പയറിങ്ങിന് അച്ഛനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ ഈ ഭൂമി മലയാളം. അതെ, പണിക്കൂലി തരാൻ മറന്നു. അച്ഛന്റെ ഹോട്ടലിൽ നിന്ന് ഉണ്ടതിന് മകൻ ബില്ലടയ്ക്കണോ? ദേ, മര്യാദയ്ക്ക് പണിക്കൂലി വന്നിട്ട് പോകാൻ നോക്ക്. എത്രയാ? 500 രൂപ. 500 രൂപയോ? അതിനുള്ള എന്ത് പണിയാ ചെയ്തത്? എന്റെ പണിക്കൂലി അത് തീരുമാനിക്കുന്നത് ഞാനാ. മെക്കാനിക് മാധവൻ വണ്ടിയിൽ തൊട്ടാൽ 500 രൂപയാ ചാർജ്. അത് കാറായാലും ബൈക്കായാലും. എന്താണ് നിൽക്കുക? അങ്ങോട്ട്. പണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല വരുമാനമുണ്ട്. അതിന്റെ അഹങ്കാര. പ്രകാശിനറിയാം അതെങ്ങനെ മുതലാക്കണമെന്ന്.
ഓരോരോ കാലക്കേടേ. എന്താടാ ഒരു ആലോചന? എന്തോ കടുത്ത പരാജയം സംഭവിച്ചതുപോലെയാണല്ലോ നിന്റെ ഇരിപ്പ്. അതെ, അത് തന്നെയാണ് ചേച്ചി എന്റെ വിഷയം. വിഷയം പരാജയമാണെന്നോ? ഇത് നല്ല തമാശ. എടാ, നിനക്കെതിരെ സ്ത്രീധന പീഡനത്തിന് പരാതി കൊടുത്ത് നിന്നെ അമ്പയെ നാറ്റിച്ച് നാമാവിശേഷമാക്കാൻ ശ്രമിച്ചവളാ വന്ദന. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുവല്ലോ വന്ദന ഇപ്പൊ നേടി നിൽക്കുകയാണെന്ന്. എടാ, ജഗന്റെ ഓരോ വീഴ്ചകളും വന്ദനയുടെ വീഴ്ചകളാണ്. ജഗനെ നീ വീഴ്ത്തിക്കൊണ്ടിരിക്കും തോറും വന്ദന വീണുകൊണ്ടേയിരിക്കും. വീഴ്ചയും താഴ്ചയും അല്ലാതെ കയറ്റമോ വിളക്കമോ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ജഗനും പട്ടിണി, വന്ദനയും പട്ടിണി. ആളെ കൊല്ലി ജാതകക്കാരിയായ കുട്ടിപ്പിശാചും പട്ടിണി. ഇതിൽ കൂടുതൽ ഒരു വിജയോ ആശ്വാസവും നിനക്ക് വരാനുണ്ടോടാ? പരാജയം അറിയാത്തവന് പറഞ്ഞിട്ടുള്ളതാ ചിരി. ഉള്ളു തുറന്ന് ചിരിക്കടാ അങ്ങോട്ട്. എച്ചിപ്പാത്രം കഴുകാൻ പോലും ജഗനെ ഇപ്പൊ ആരും നിർത്തുന്നില്ല. അത് നിന്നെ ഭയന്ന. ആ അവസരത്തിൽ തുടങ്ങിയ ഏർപ്പാടാ സ്വന്തമായിട്ടൊരു തട്ടുകട. അത് നിന്റെ ഗുണ്ടകൾ നാശക്കോടാലിയാക്കിയില്ലടാ. തട്ടുകട നിന്ന സ്ഥലത്ത് കുറുപ്പിനെ ഭയന്നൊരു പുല്ലുപോലും കിളുക്കുന്നില്ലെന്നാ നാട്ടുകാരുടെ കമന്റ്. എന്നിട്ട് നിനക്കെന്താടാ ഒരു മൂടൗട്ട്? കുരുട്ടുബുദ്ധിയിലും കൂർമ്മബുദ്ധിയിലും കുറുപ്പിനെ വെല്ലാൻ ആരുമില്ലെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പ്രായോഗിക ബുദ്ധിയിൽ ജഗനാണ് മുമ്പിൽ. അവനിപ്പോ പുരോഗതിയുടെ പാതയിലാ ചേച്ചി. പുരോഗതിയുടെ പാതയിലോ? അതെ. അവനിപ്പോ വിക്രവുമായിട്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുക. ബിസിനസ്സിൽ നല്ല പുരോഗതിയും നല്ല വരുമാനം ഉണ്ടെന്നാ കേട്ടത്. പട്ടിണിയാണെന്ന് നമ്മൾ വിധി എഴുതുന്നവർ പഞ്ഞമില്ലാതെ ജീവിക്കുന്നു. അതാ എന്റെ മൂഡ് ഓഫിന് കാരണം. വിക്രമും ജഗനും തമ്മിൽ സൗഹൃദത്തിലായിരുന്നില്ലല്ലോ. അകന്നു കഴിഞ്ഞിരുന്ന അവര് തമ്മിൽ എങ്ങനെ അടുത്തു? അതിന്റെ പിന്നിലും ചരട് വലിച്ചത് വന്ദനാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. മാനത്തെ കൊട്ടാ